നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നിരവധി ഇന്ത്യക്കാരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. എനിക്ക് പിന്നിലായി കാണുന്നതാണ് കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി. ഇന്ത്യൻ എംബസിയിലാണ് ഇന്ത്യൻ സംഘത്തെക്കുറിച്ചുള്ള അവരുടെ ആ തെരച്ചിലുകളും അതോടൊപ്പം തന്നെ മറ്റു രക്ഷാപ്രവർത്തനങ്ങളുമെല്ലാം ഏകീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. ആ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ആളുകൾക്ക് ബന്ധപ്പെടാം. അതോടൊപ്പം തന്നെ ഈ പ്രളയം ബാധിച്ച ഇടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടു ആളുകളെ ഇവിടേക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടെ അവർ എത്തിച്ചുകൊണ്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇന്ത്യൻ എംബസി നൽകുന്നുണ്ട്. അതിനുശേഷം അവരെ അതാത് സ്ഥലങ്ങളിലേക്ക് കയറ്റിവിടാനുള്ള നടപടികൾ കൂടി എംബസി സ്വീകരിക്കുന്നുണ്ടെന്നാണ് നിലവിൽ എംബസി അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിരവധി കോളുകൾ ഈ എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയാണ് കാഠ്മണ്ഡുവിൽ എത്തുകയും അവരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് 300-ലധികം ഇന്ത്യക്കാരെയാണ് കാണാതായിട്ടുള്ളത്. അതുകൊണ്ട് അത്രയധികം കോളുകൾ ഈ ഇന്ത്യൻ എംബസിയിലേക്ക് എത്തുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ ഇത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചുള്ള ആലോചന കൂടി എംബസി ഇപ്പോൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ടുള്ള കോളുകൾ നിരന്തരം എംബസിയിലേക്ക് വരുന്നുണ്ട്. അതനുസരിച്ച് ഇരു സംഘങ്ങളും ഡൽഹിയിൽ നിന്നും കാഠ്മണ്ഡുവിൽ നിന്നും ഉദ്യോഗസ്ഥർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഡൽഹിയിൽ നിന്നും കാഠ്മണ്ഡുവിലേക്ക് നൽകുന്നുണ്ട്. ഇതനുസരിച്ചാണ് നിലവിലത്തെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും റെസ്ക്യൂ ചെയ്ത് രക്ഷപ്പെടുത്തി നേരെ ആളുകളെ കൊണ്ടുവരുന്നത്, ഇന്ത്യൻ പൗരന്മാരെ കൊണ്ടുവരുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയിലേക്കായിരിക്കും. അവിടെ നിലവിൽ അതായത് ഇന്ന് രാവിലെ ചില ആളുകൾ വന്നിരുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള 1-2 ആളുകൾ ഇവിടെ വരികയും അവരെ കുടുംബവുമായി ബന്ധപ്പെടാനായിട്ട് എംബസി സഹായിക്കുകയും കുടുംബവുമായി അവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എംബസി അധികൃതർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കാമെന്നാണ് ഇപ്പോൾ എംബസി അധികൃതർ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. വലിയ ആശങ്കയുണ്ട്. കാരണം 300-ലധികം ഇന്ത്യക്കാരെയാണ് കാണാതായിരിക്കുന്നത്. ഒപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, നേപ്പാളിൽ നിന്നുള്ള ആളുകളുണ്ട്. അങ്ങനെ വിവിധ ആളുകളെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. കാരണം പ്രധാന റോഡുകളും പാലങ്ങളും എല്ലാം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഉത്ഭവം അതായത് മഞ്ഞുമല ഇടിഞ്ഞാണ് ഇത്തരമൊരു പ്രളയം നേപ്പാളിനെ വലിഞ്ഞു മുറുക്കിയത്. അതുകൊണ്ട് ഈ ഉത്ഭവം ഉണ്ടായ സ്ഥലം മുതൽ പ്രത്യേകിച്ച് ഈ 2-3 ഏരിയകളുണ്ട്. അതിൽ രസഗുഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടങ്ങളിലേക്കൊന്നും പോകാൻ പറ്റാത്ത അത്രയും ദുഷ്കരമായിരിക്കുന്നു. നേവിയുടെയും അതോടൊപ്പം തന്നെ വ്യോമസേനയുടെയും എല്ലാം സഹായത്തോടു കൂടിയാണ് നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടു കൂടി മാത്രമേ അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെ കൂടുതൽ ഹെലികോപ്റ്ററുകൾ നേപ്പാളിലേക്ക് അയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യ അയച്ചിരുന്നു. അതോടൊപ്പം തന്നെ NDRFന്റെ ഒരു സംഘം ഡൽഹിയിൽ നിന്നുള്ള ഒരു സംഘം ഇന്നലെ എംബസിയിൽ എത്തിയിരുന്നു. അതിനുശേഷം ഇവിടെ നിന്നാണ് എംബസി ഒരു ടീമായിട്ട് അവർ രക്ഷാപ്രവർത്തനത്തിനായിട്ട് അവിടേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കൂടുതൽ ആളുകളെ എത്രയും വേഗം കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ സംഘമുള്ളത്. നേപ്പാളിൽ നിന്നും ഹരി മുണ്ടൂറിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1.